ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന്റെ പേര് പറഞ്ഞു. പിന്നെ അതെ അപ്പൊ ശരിയാക്കിയാൽ മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ ഉയരം ചെല്ലും തോറും ടേസ്റ്റ് കൂടുന്നു. എനിക്ക് സാധനം മേല് കൊള്ളാവോ? അത് അവിടെ ഒരു വെച്ചിട്ട് അഭിനയിച്ച് കാണിക്കും. അലുവ അലുവ പോലെ ഇങ്ങനെ അലുവ അലുവ പോലെ ഇങ്ങോട്ട് ചെത്തി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൾക്ക് എന്താണാവോ അപ്പൊ പ്രത്യേകിച്ച് എന്നോട് ഭയങ്കര സ്നേഹമായി. നോക്കിയോ കൈ കഴുകണമെന്നില്ലേ? കയ്യും മുറിച്ച് കൂരിയ ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. പപ്പ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വയ്യാത്തൊരു സാധനമാണ്. മിണ്ടാണ്ട് നടന്ന് കഥാപാത്രം. എന്തായിരുന്നു ഇന്നലത്തെ മഴ? ഇപ്പൊ നോക്കി ഇവിടെയൊക്കെ എന്തായിരുന്നു വെള്ളം. മഴ പോയി, വാനം തെളിഞ്ഞു, നല്ല വെയില്. ഇന്ന് റെഡ് അലർട്ട് അവിടെ, പക്ഷെ ഭയങ്കര വെയിലാ. നമ്മുടെ ഇവിടെ ഇത്തിരി താഴ്ന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരൊറ്റ മഴ മതി വെള്ളം മുങ്ങാൻ. പക്ഷെ ആ മഴയൊന്ന് പോണോടുകൂടി വെള്ളം മുഴുവൻ പോവും. കണ്ട ഇന്നലെ എന്തുമാതിരി വെള്ളം കിട്ടുന്ന സ്ഥലം അത്. ആ സ്ഥലം തോന്നുന്നു അല്ലേ? നിറച്ച് വെള്ളമായിരുന്നു. ഒരൊറ്റ മഴ മതി, അല്ലാണ്ട് ഇവിടെ ഭീകരമായ പ്രശ്നങ്ങളൊന്നും കേട്ടാ. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ഞങ്ങള് വെള്ളം മുങ്ങി ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു പോണ്ടി വരുമെന്നൊന്നും വിചാരിക്കായിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടാ. അതല്ല, എനിക്ക് ഇന്നലെ ഉച്ച കഴിഞ്ഞേ 6 മണിയപ്പോ കോഴിക്കോട് നിന്ന് ഒരു ചേച്ചി വിളിച്ചായിരുന്നു. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. ചാലപ്പുറത്തുനിന്ന് ആള് പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോന്ന് പേടിച്ചിട്ടാന്ന് വിളിച്ചേ. അതന്നെയാണ് ആളുകൾ പേടിക്കുക. അതുകൊണ്ട് പറയണതാട്ടാ, അങ്ങനെ പേടിക്കണ്ട. മഴ വരുമ്പോ ഇത്തിരി വെള്ളം പൊന്തും. അതപ്പൊ തന്നെ പെട്ടെന്നുള്ള മഴയില്ല, ശക്തിമത്തായ മഴയില്ല, അല്ലാണ്ട് പേടിക്കണതൊന്നുമില്ല. കേൾക്കുമ്പോ എനിക്ക് താമരശ്ശേരി വീട് മുഴുവൻ മുങ്ങിപ്പോയി. ഞങ്ങളൊക്കെ മുങ്ങിച്ചെത്തു ചാവാൻ പോവാണ്, ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഇതൊക്കെ പപ്പത ഈ നാടാണുള്ളതാ. അല്ല ചേട്ടൻ പണിയുണ്ടെന്ന് എപ്പഴാ അടയ്ക്കുള്ള കീറിണ്ടല്ല. നമുക്ക് ചക്ക വരട്ടണം. അപ്പൊ മതി. ഞങ്ങള് കുറച്ച് ചക്കയെ പഴുപ്പായതൊക്കെ പറിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം പഴുത്തിട്ടില്ല, അത് നമുക്ക് വെട്ടി ചുള പറിച്ചിട്ടാക്കാം. എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, മഴയില്ലാണ്ടിരുന്നാ മതി. അങ്ങോട്ട് കൊണ്ടുപോവാ അല്ലേ? അല്ല ചേട്ടൻ ഇവിടെ അമ്മേരെ പോലെ അട ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പട, ഗോതമ്പില് ശർക്കര നാളേരം വെച്ചിട്ടേ അത് എത്ര കഴിച്ചാലും അല്ല ചേട്ടൻ മടുക്കില്ല. അപ്പോൾ അവിടേക്ക് അതാ കൊണ്ടുപോവാ പണി സ്ഥലത്തേക്ക്. അതെ, ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന്റെ പേര് പറഞ്ഞു. അതെ അപ്പൊ ശരിയാക്കിയാൽ പ്രേക്ഷകരെ കുറച്ച് സമയത്ത് ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ആക്കിയിട്ട് അജിത് കുമാർ വധം ആട്ടക്കഥയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത മറുപടി. അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറഞ്ഞാണ്. തങ്കം പോലത്തെ ഭാര്യനെ കിട്ടിയിട്ടാണ് ഈ പറയണത് നിന്നെയാണ് ഇഷ്ടമില്ലാത്തതെന്ന്. ദൈവമേ. അപ്പോൾ കാലത്ത് അത്ര വരെ കളച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. പിന്നെ ഉച്ച തിരിഞ്ഞ് ഞാൻ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഈ റെഡ് ലേഡി എന്ന് പറഞ്ഞ പപ്പ തൈയില്ലേ, അത് വാങ്ങിക്കാൻ പോയി. അത് 4 എണ്ണം വാങ്ങിച്ചു. 4 എണ്ണം വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒടിഞ്ഞു. കണ്ട 4 കണ്ട നല്ല വലിപ്പുണ്ട് ഇട്ടത്. കണ്ട നല്ല വലിപ്പുണ്ട്, 40 രൂപ ഒരെണ്ണത്തിന്. അപ്പോൾ 4 ഇതുകൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ഇനി പപ്പ കുഴി ഊത്തി വയ്ക്കുന്നതിന് പകരം ഇത്തിരി ഉയരത്തിലാണ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4 വാങ്ങിച്ചാലത്തേ ഒരെണ്ണം ഞാൻ ആ സ്കൂട്ടറിൻ്റെ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഒടിഞ്ഞു. അവിടെ എടുക്കുന്നുണ്ട്, ഭയങ്കര കഷ്ടമായി. പിന്നെ ഈ ഒരു തൈ വാങ്ങിച്ചത് നമ്മുടെ ചൂനിയമുളക്, കുഞ്ഞ ചൂനിയമുളക്. ഇതിന് ഇത് പറഞ്ഞതിന് 40 രൂപ കേട്ടാ, നല്ല വലിപ്പമുണ്ട്. പിന്നെയുള്ളത് വെള്ള കാന്താരി മുളക് 10 എണ്ണം വാങ്ങിച്ചു. അത് ഇവിടെ നടന്ന് ഇവിടെ ഞാൻ കാലത്ത് പുല്ല് ചെത്തി കൂട്ടിയതാണ്. പിന്നെ കുറച്ച് തക്കാളി തൈ വാങ്ങിച്ചിട്ടുണ്ട്. മഴ വന്ന് പൂവാണെങ്കിൽ പൂവും, ചിലപ്പോൾ രക്ഷപ്പെടും, പറയാൻ പറ്റില്ല. അപ്പോൾ തക്കാളി തൈകളിപ്പോൾ മണ്ണുത്തിരെല്ലാം ഇവിടെയും വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ വിൽപ്പന നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും എന്നുള്ള കർഷകരുടെ പ്രതീക്ഷയിലാണ്. അവർ കണ്ടമാനം ഇറക്കിയിട്ടുണ്ട്, എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തടത്തിൻ്റെ ഉള്ളിൽ ഞാൻ വളമാക്കിയിട്ടുണ്ട്, പുല്ല് ചെത്തി കൂട്ടി അടിപൊളിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നടാൻ പോകുന്നിട്ടാ, വളരെ സിമ്പിളായിട്ടുള്ള എന്നിട്ട് നടലല്ലേ വേണ്ട നമുക്ക്. കണ്ടാ ഉയരത്തിലാണ്. ഈ പപ്പയ്ക്ക് ഏറ്റവും വലിയ പുലിവാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനേ എങ്ങനെ വെറുതെ കുഴി കുത്തിയിട്ടുണ്ട് കേട്ടാ. സരിത ഉണ്ടല്ലോ, ഒരു പപ്പ തൈ ഒടിഞ്ഞുറി. അതെ, ഈ മഴക്കാലല്ലേ, അല്ല മഴ വന്നിട്ട് ശരിക്കും ഉറച്ചിട്ടില്ല കേട്ടാ. നോക്കിയേ കണ്ട
വെള്ളം നനവുണ്ട്. അതിന്റെ തുമ്പ് ഒടിഞ്ഞിണ്ടാ? കൂമ്പ് ഇത്തിരി ചെരിച്ച് ചെരിച്ചൊന്നും വയ്ക്കില്ല, ഉണ്ടാവട്ടെ. ഉയരത്തിൽ വെച്ചിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവോ? മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ, എന്ത് ഉയരം ചെല്ലും തോറും ടേസ്റ്റ് കൂടുന്നു. ചായയുടെ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. അതല്ല ചേട്ടാ. അയ്യോ ആ ബ്ലേഡ് എടുത്ത് വേണ്ട. എന്തിനാ പറഞ്ഞേ? ഇതിന് കുഴി കൂത്തണ്ടേ? എന്നിട്ട് അതല്ല ഒരു ലോഡ് ചാണട്ടുണ്ടെന്ന് തോന്നുന്നു. വെറും ഒരു 2 കൈക്കോട്ട് വളം വേണ്ട ചെറുതായിട്ട്. നീ കണ്ടേ വരാ, ഞാൻ അതിനെ ആക്കുമ്പോൾ കേട്ടാ. ഈ റെഡ് ലേഡി ഞാനിങ്ങോട്ട് വരുമ്പോഴേ അവിടെ കുട്ടലൊരു നേന്ത്രപ്പഴം വെക്കുന്ന ഒരാളുണ്ട് കേട്ടാ. അയാളോടൊന്നും ഞാൻ പഴം വാങ്ങിക്കാറില്ല, ഞാൻ പറയാറില്ലേ. നല്ല നാടൻ നേന്ത്രപ്പഴം അയാൾ തരും. അത് അവിടെ ആ പഴം മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടാ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പഴം വാങ്ങിക്കാൻ നിൽക്കണം കേട്ടാ. പഴം വാങ്ങിക്കാൻ നിൽക്കുമ്പോഴുണ്ട് ഒരു പെണ്ണ് എൻ്റെ അടുത്തേക്ക് കൊണ്ട് വന്നു. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. അയ്യോ എനിക്ക് സന്തോഷം എടുക്കാൻ പറ്റില്ലേ. ഈ മറ്റേ സുവിശേഷ പ്രസംഗം പറയുന്ന പോലെ ഇങ്ങോട്ട് എനിക്ക് ആ ജൂന് നമുക്ക് മേല് കൊള്ളാവോ? അത് അവിടെ വെച്ചിട്ട് അഭിനയിച്ച് കാണിക്കും. എനിക്ക് ആ ജൂന് കണ്ടിട്ട് സന്തോഷം എടുക്കാൻ പറ്റുന്നില്ലേ, ഞാൻ എത്ര മാത്രം മോഹിച്ചിട്ടുള്ള ആളാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ നിന്ന്. അപ്പം ഈ പഴം റോഡ് സൈഡിലാണ്, മറ്റേ കൂട്ടലൂർ സെൻറ്ററിൽ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ. അപ്പോൾ ഈ പഴം വെക്കണ ആളല്ലേ ഇയാള് ഇങ്ങനെ ഈ പെണ്ണിന് മെന്നി നോക്കിക്ക. അയാൾക്ക് മനസ്സിലാവണില്ല, ആൾക്കറിയില്ല, അയാൾ എന്നെ അറിയില്ല. പഴം വാങ്ങിക്കാൻ ഞാൻ വരും, പക്ഷെ എന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ പെണ്ണ് പറഞ്ഞു, സരിതോട് പറഞ്ഞല്ലോട്ടാ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ പേരെന്തുട്ടാ? ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഇയാള് അവൻ ചേച്ചി ചേച്ചി പോയി. എവിടെയാ ചേച്ചിയുടെ വീട്? അവിടെ അടുത്തൊന്നുമില്ല. ഞാൻ ഈ തിക്കും തിരക്ക് വണ്ടികൾ തിക്കും തിരക്കും കടയില് ഇതാണെങ്കിൽ അങ്ങനത്തതില്ലേ. അപ്പം ഈ പഴം വെക്കണ ആള് എന്നോട് ചോദിച്ചു, എന്തൊരു പറഞ്ഞു പോയി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്, വ്ളോഗ് ചെയ്യുന്നതാന്ന് പറഞ്ഞു. അതെ, അന്ന് ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ഇത്ര അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്നിട്ട് ആളെ മൊബൈൽ എടുത്തു. ഞാൻ എല്ലാ വീഡിയോയിലും കാണുന്നത്, എല്ലാവരും വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ഒല്ലൂരിലുള്ള ഒരാളെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്, മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ആള് മൊബൈൽ എടുത്തിട്ട് എവിടെ എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അജൂസ് വേൾഡ് എന്ന് പറഞ്ഞു. അപ്പം ആള് ഫേസ്ബുക്കിലാണ് നോക്കണത്. ആള് പറയാ ഞാൻ ഫേസ്ബുക്ക് കാണാറില്ലെന്ന്. ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് നമ്മുടെ ഹാക്കായിരിക്കുകയാണ്. ഏതോ ഒരു കൊറിയക്കാർ നമ്മുടെ ചാനല് കട്ടുകൊണ്ടുപോയിട്ട്, ഫേസ്ബുക്ക് ചാനൽ കട്ടുകൊണ്ടുപോയിട്ട് 8 മാസം കഴിഞ്ഞു, 8 അല്ല 9 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അവരെ കൊറിയ ആണോ വിയറ്റ്നാമാണോ തായ്ലൻഡാണോ ഏതോ ഒരു ഭാഷ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുക. അത് ഇതുവരെയായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ ഫേസ്ബുക്കിലല്ല യൂട്യൂബിലാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബ് ഞാൻ അങ്ങനെയുണ്ട് കാണാറില്ല. ഞാൻ യൂട്യൂബ് കാണാമെന്ന് പറഞ്ഞാണെങ്കിൽ അത് പിന്നെ അത് കാണുക മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് സമയം കിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്ക് ആകുമ്പോൾ ഇങ്ങനെ ആക്കിയാണ്ട് പോയാൽ മതിയല്ലോ. എന്നിട്ട് ആളപ്പോൾ തന്നെ നമ്മുടെ ഒരെണ്ണം വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞു ആള് കണ്ടു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നിന്നിട്ട് കാണാട്ടെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര തിരക്കണേ, പഴക്കച്ചവടം അല്ല. ഇപ്പോഴും ആളുകൾ കരിക്കച്ചവടമുണ്ട്, പഴക്കച്ചവടമുണ്ട്, ഈ പപ്പായ, ഇത് റെഡ് ലേഡി അല്ല ഈ പപ്പായയുടെ കച്ചവടമുണ്ട്, ഒക്കെ ജൈവ സാധനങ്ങൾ വിൽക്കണ പോലെയുള്ള ഒരു ഇതാണ്. പിന്നെ ഇന്ന് ഞാൻ പഴം വാങ്ങിക്കാൻ പോയില്ലേ, ഇന്ന് പഴം വാങ്ങിക്കാൻ പോയപ്പോഴുണ്ട് ആള് നമ്മുടെ ലോഡ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പോ അതിരുന്ന് കാണാനുള്ള പണിന്ന് ആള് പറയാ എനിക്ക് നീന്തൽക്കുളം ഇതും ആൾക്ക് പറഞ്ഞിട്ട് ഇതാവണില്ല. എന്നിട്ട് എന്നോട് പറയാ പപ്പായ വാങ്ങില്ലേ, പപ്പായ വാങ്ങിക്കുമ്പോ റെഡ് ലേഡി 2 തരം ഉണ്ട് ഇത്ര. അതായത് ഉണ്ടനുണ്ട്, നല്ല ഉണ്ടൻ, നീളുണ്ട്. അല്ല 2ലും ഉണ്ടെന്ന് ആള് പറയാ. ആൾക്ക് ഇതിന്റെ കറക്റ്റായിട്ട് അറിയാം. ആള് പറയാം നീളൻ ടൈപ്പാണ് ടേസ്റ്റ് കൂടുതൽ. അതിന്റെ ഉള്ളിൽ കനം ഇത്രയ്ക്ക് വരെ വരുന്നു, നീളൻ ടൈപ്പ്. മറ്റേനെ ഇത്രയ്ക്ക് കനം ഉണ്ടാവില്ലെന്ന്. അപ്പോൾ ആള് എനിക്കൊരു കർഷകനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു നോക്കുക. പപ്പായ കൃഷി ചെയ്യണ ആളെ, പപ്പായ കൃഷി ചെയ്യുന്ന ഒരു ചെക്കനെ. അപ്പം അത് പറയാനാണ് ഈ കഥ മുഴുവൻ പറഞ്ഞതല്ലേ? അല്ല ഞാനിങ്ങനെ അല്ല ഒരാളുകളേ അത് ചേച്ചി കാരണം ഒരു സബ്സ്ക്രൈബറിന് കിട്ടി ചേട്ടന്. ആ ചേച്ചിയുടെ സന്തോഷം കണ്ടിട്ടേ ഇങ്ങനെ അന്തം വിട്ടിട്ട് എന്തൊട്ട് തയ്യാണ് ഇവനെ വെച്ചിട്ട്
പറയണത്. പിന്നെയാണ് ആൾക്ക് മനസ്സിലായ. ഞാൻ പറഞ്ഞു ഇപ്പം ആള് പറയാ ഞാൻ യൂട്യൂബ് കാണാത്തതാ. അപ്പൊ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾക്ക് പറഞ്ഞിട്ട് വാക്കിലില്ല. അപ്പം ഞാൻ റെഡ് ലേഡി നട്ടു. ഇനി നമ്മൾ റെഡ് ലേഡി വാങ്ങിക്കുന്നുണ്ട് വേറെ. അത് വാങ്ങിക്കുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ച് നടുന്നതേ ആ മറ്റേ ഇരിങ്ങാല കൂടെ ഒരു അതെന്തിട്ടെന്നറിയോ നമ്മളുടെ മറ്റേ സാധനമല്ല ഉദ്ദേശിച്ചത്, എയർപോർട്ട് നമ്മൾ വെച്ചുണ്ടാക്കിയത് മുഴുവൻ പൂവല്ലേ. എല്ലാം പറഞ്ഞു. അവിടുത്തെ രണ്ടെണ്ണം അടിപൊളി പപ്പായിട്ട് വന്നിട്ട് എന്തൊരു ഭംഗി വന്നതാ. അപ്പൊ അത് വെക്കാൻ വേണ്ടിട്ട് എയർപോർട്ട് എന്നിട്ട് നമ്മളെ എവിടേക്ക് ചേട്ടാ ടൂറ് മറ്റേ ബാംഗ്ലൂർക്ക് മറ്റമല്ല അയ്യോ എന്നിട്ടാണ് സ്ഥലത്തിന്റെ പേര് മാടായിക്കോണം. അവിടെ നമ്മൾ ടൂറ് പോയിട്ട് അവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കർഷകശ്രീ കിട്ടിയിട്ടുള്ളൊരു പെൺകുട്ടി രേഷ്മ എന്ന് പറഞ്ഞിട്ട്. ആ രേഷ്മയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പച്ചക്കറി അവരുടെ കൃഷിയൊക്കെ കാണിച്ചില്ലേ, കുറേ ടൈപ്പ് മാവ് മട്ടും മറ്റേ ടെറസിന്റെ മുള്ളും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എയർപോർട്ട് എന്ന് പറയുന്നൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം നിറച്ച് ഹോൾസ് ആണ് അതിലാണ് അവിടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് അതിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്നിട്ട് രേഷ്മയുടെ അടുത്ത് ചോദിച്ചു അത് എവിടെ നിന്നാ വാങ്ങിച്ചതെന്ന് നോക്കിയാൽ പറഞ്ഞു തന്നിട്ടുണ്ട് സ്ഥലം. അപ്പൊ അവിടെ നിന്ന് അതിൽ അങ്ങനത്തേല് വേണം വെക്കാൻ നമ്മുടെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ. കാരണം ഇന്നലത്തെ ഒരു മഴയിൽ തന്നെ വെള്ളം വന്ന് കണ്ടില്ലേ. അപ്പൊ വെറുതെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും പോകുള്ളൂ. ഈ പണിയെടുക്കണത് വെറുതെയാവും. അതുകൊണ്ട് അങ്ങനത്തെ സാധനം വാങ്ങിയിട്ട് വെക്കാനാണ് പോണത്. അല്ല ഇപ്പൊ ഞാനിപ്പോ ഇത് ഒരു 4 വാങ്ങിച്ചിട്ട് ഇത് വെച്ചു മാത്രം. ഇനി വാങ്ങിക്കണം. മഴ വരുന്നുണ്ട്. ഇന്ന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നലെ കാലത്ത് തൊട്ട് മഹത്തായ മഴ തന്നെയായിരുന്നല്ലോ. ഒരു 10 വരെ ഉണ്ട് അവിടെ. 10 മണി വരെ മഴ തന്നെയായിരുന്നു. 10 മണി വരെ ഉച്ച വരെ മഴ അല്ലേ. ആ തീവ്രത കുറഞ്ഞു മാത്രം. 10-11 മണിക്ക് ഒന്ന് തീവ്രത കുറഞ്ഞു. ആ മഴയത് കാരണം മറ്റേ കാലാവസ്ഥക്കാർ പറഞ്ഞു ചതിച്ചു, ഇന്നും റെഡ് അലർട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് റെഡ് അലർട്ട് കൊടുത്തു. വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ ജില്ലാ കളക്ടർ മറ്റേ ഇത് ചെയ്തു, നമ്മുടെ അവധി പ്രഖ്യാപിച്ചു. അപ്പൊ ഇന്ന് പിള്ളേർക്കൊന്നും സ്കൂളില്ല. അത് തന്നെ ഹാപ്പി ആയി പിള്ളേർ. റെഡ് അലർട്ട് കറക്റ്റ് ആയിരിക്കും, പക്ഷെ മുടക്ക് വന്നു കഴിഞ്ഞാ. അപ്പൊ ഇത് ഇനിയാണ് ഇത് നടന്നത്. നമ്മള് മറ്റേ ഇതാ വെള്ള കുരുമുളക് അല്ല വെള്ള പച്ചമുളക്, വെള്ള കാന്താരി, പിന്നെ തക്കാളി ഉണ്ട്. അപ്പം ഇവിടത്തേക്ക് പുല്ല് അറിയാലോ. ഇവിടെ കാട് പിടിച്ചിട്ടായിരുന്നു കാലത്ത്. കംപ്ലീറ്റ് കാട് പിടിച്ച് ഒരുവിധമൊക്കെ കളഞ്ഞു. ഇവിടെ ചാണം ഒന്നും തന്നെ പോയിട്ടില്ല കേട്ടോ. കണ്ട ഒന്നും തന്നെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ പോയിട്ടില്ല. കണ്ട ഒക്കെ ഇവിടെ സ്റ്റോക്കായിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിത് മഴ പെയ്തില്ലെങ്കിൽ നല്ല മറ്റേ നമ്മുടെ അജീഷ് പറഞ്ഞ പോലെ, അജീഷില്ലേ ചാലക്കുടിയിലുള്ളത് പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ അലുവ പോലെ ഇങ്ങോട്ട് ചെത്തിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പോയിട്ടില്ല. പിന്നെ നമ്മുടെ ഇത് നമുക്കൊരു എയർപോർട്ടിലേക്ക് മാറ്റേണ്ട എയർപോർട്ടിലേക്ക് മാറ്റേണ്ടതാട്ടോ ഈ സാധനം. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. അത് ചെറിയേട്ടൻ്റെ അവിടെ നിന്നല്ലേ? ചെറിയേട്ടൻ്റെ അവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 3-4 വാങ്ങിക്കണം. അപ്പൊ ഞാൻ തടം കോരട്ടെ. ചേട്ടനും തൊട്ട് തിന്നാനായിട്ട് കുറിക്കാൻ ഉണ്ടാക്കണ്ടേ? കുറിക്കാനാ? ഇതൊന്നും വേണ്ട. ഒന്നും തിന്നാൻ തോന്നണല്ലേ? ഇന്ന് എനിക്കൊന്നും തിന്നാൻ തോന്നില്ല. എന്തോ അടിപൊളി തടാവല്ലേ. തടാക്കി കഴിഞ്ഞിട്ട് പറയാം. അല്ല ഇവിടേക്ക് നല്ല വളക്കൂറായിന്ന്. തെങ്ങിന്റെ കടയ്ക്ക് കുത്തിയ പയറൊക്കെ മുളച്ചു. പിന്നെ എന്തിട്ട് ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ തവണത്തെ പോയില്ലേ, വെള്ളം വന്ന് പോയില്ലേ, നിലത്തല്ല കൃഷി ഇത് ചെയ്യുന്നതൊക്കെ ഭാരം കോരി, അതായത് തടം കോരിയിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യാൻ കാരണം ഒന്നും തന്നെ പോയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അപ്പോൾ ഒറ്റടിക്ക് പോവും. ഒറ്റടിക്ക് പോകുന്ന ഒറ്റടിക്ക് വരും. ഒറ്റടിക്ക് വരും എന്ന് പറയും ഒരു മഴ പെയ്താ. അല്ല ഇവിടുത്തെ വെള്ളം വാന്ന് പോന്ന് പറഞ്ഞ മഴ മാറുമ്പോഴല്ല പോവാ. മഴ മാറുമ്പോ ചേട്ടൻ പറഞ്ഞ ഒരു മഴ പെയ്താ വെള്ളം പോകുന്നല്ല പറഞ്ഞേ. എന്നെ പറഞ്ഞേ ഞാൻ പറഞ്ഞത് മഴ മൂക്കടിക്കുന്നു വെള്ളം വാന്ന് പോകുന്നാണ് ഉദ്ദേശിച്ചത്. തിന്നാനായിട്ട് പറഞ്ഞ താന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടേ പെട്ടെന്ന് വെള്ളം പൊന്തും എല്ലാവിടെ നിന്നുള്ള വെള്ളം തൂങ്ങിയിട്ട്. പക്ഷെ മഴ താന്ന് പോവും. പക്ഷെ മഴ മാറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് പോവും. ഇനിയിപ്പോൾ അത്ര ഭയങ്കര മഴ എന്ന് പറയാനായിട്ട് പറയാൻ പറ്റില്ല കേട്ടാ. അല്ലേ
പക്ഷെ വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല കേട്ടോ ആരുടെയും. വീട്ടിലൊന്നും 2018 ആ പ്രളയത്തിൽ പോലും വീട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. മുറ്റം വരയ്ക്കൊക്കെ വെള്ളം വരും. ആ റോട്ടിൽ കാണുന്ന വെള്ളമില്ലേ അത് തന്നെ. ആൾക്കാര് പേടിച്ചിട്ട് നമ്മളെ ഫോൺ വിളിക്കുക, വീട്ടിൽ വെള്ളം കയറിയോ എന്നിട്ട് വിചാരിച്ചിട്ട്. വീട്ടിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ സുഖം, നല്ല റീച്ച് കിട്ടും. പക്ഷെ വീട്ടിൽ വെള്ളം കയറുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. നമ്മളിവിടെ കളിക്കുന്നുണ്ടപ്പോൾ ഓടി വന്നു. ഇവൾക്ക് എന്താണാവോ അപ്പൊ പ്രത്യേകിച്ച് എന്നോട് ഭയങ്കര സ്നേഹമായി. എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്. ഞാനിവിടെ കളിക്കുമ്പോഴേ എന്താണ് വർത്താനം പറയും വന്നിട്ട് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അല്ല എപ്പോഴും വരുന്നു പറയാ. അപ്പൊ നമ്മളിവിടെ കളിക്കുമ്പോഴേ ഇവിടെ കാട് പിടിച്ച് കിടക്കില്ല നടന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരു തടം കപ്പലണ്ടി നട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കപ്പലണ്ടി കാട് പിടിച്ച് ഈ മഴയൊക്കെ വന്നിട്ട് ചാണൊക്കെ വന്നിട്ട് അരിക്കാണ്ട് പോയി. പക്ഷെ ആ കപ്പലണ്ടി ഇവിടെ കണ്ടു തോന്നുന്നു. അവിടെ നിന്ന് രണ്ടുപേര് നിലവിളിക്കണ്. നോക്കി സരിത, നീ ഇത് കണ്ടില്ല? അത് കണ്ടു, ഞാൻ കാലത്ത് കണ്ടു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചില്ല ചേട്ടനോട് കപ്പലണ്ടി ഉണ്ടാവണ വേണ്ട. കപ്പലണ്ടി അതിലുണ്ടായി. പക്ഷെ ഇത് നമുക്ക് കാട് പിടിച്ചതിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് പറിക്കാനായിട്ട് നിർവാഹരി കണ്ട പൊളിക്കുമ്പോൾ പൊളിച്ചത്. ഇത് ചാണത്തിനാണ് അന്നോള് വന്നേക്കണേ. അതിന് ദഹനമൊക്കെ ആയിട്ടുണ്ടാവും. ചാണം നായ്ക്കൾ തിന്നതാണ്. നമ്മുടെ കാമറി അസലായിട്ട് ചാണം തിന്നു. നോക്കിയേ നല്ല കപ്പലണ്ടി. നോക്കിയേ മുഴുത്ത കപ്പലണ്ടി തരുതാ. നോക്കിയേ കണ്ടാ നോക്കിയോ. കൈ കഴുകണമൊന്നുമില്ലേ? കയ്യും മറ്റു കൂരിയ. ഇതാ നോക്കിയേ പൊളിച്ചു തന്നോ. ഇത് പറഞ്ഞ മതി. ഇനിയുണ്ട് അതിലുണ്ട്. അല്ല വിളവ് നഷ്ടപ്പെട്ടില്ലാന്ന്. അത് വരവും പൂണ്ടാവും. അവരവിടെ നോക്കുന്നുണ്ട്. അവരഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഈ അറ്റത്ത് വന്നിക്ക. ചാറിനെ അയച്ചിട്ടില്ലേ? രണ്ടിനെ അയച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തടം കണ്ട കഴിഞ്ഞു. സരിതിക്ക് എന്തെങ്കിലും നടണം. പച്ചമുളക് ഏതെങ്കിലും ഒരു നട്ടോ. ഇതിൽ പച്ചമുളക് നടണം, തക്കാളി നടണം. നീ പറഞ്ഞ നടാ. എന്തിട്ട് വേണേ നട്ടോ. ഏതെങ്കിലും ഓരോ പറയേ. പച്ചമുളക് അല്ല തക്കാളി പോരെ. തക്കാളി നടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പച്ചമുളക് നടും. പച്ചമുളക് നടാന്ന് പറഞ്ഞ് തക്കാളി നടും. പച്ചമുളക് വേണ്ട, പച്ചമുളക് നടാം. ഞാൻ എന്നിട്ട് എനിക്ക് വാശി പിടിക്കുന്നത് ഇതിനാ തലപ്പ് കണക്കിനില്ല. ആ സാധനം എടുക്കട്ടെ. വെള്ള കാന്താരി മുളക്. മണ്ണ് കുറവാന്ന് തോന്നുന്നു. ഇതില് മണ്ണ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഇളക്കുണ്ട്. അയ്യോ ഇത് എന്തിട്ട് പച്ചമുളക് ഭയങ്കര ബലം. അത് കിട്ടണ്ടേ സാധനം? കിട്ടിക്കണ്ട. ഞാൻ എടുത്തരാം വേണേ. പിന്നെയും തള്ളണം. നല്ല എടുക്കുള്ള അല്ല എടുക്കാൻ പറ്റില്ലോട്ടാ. അടിപൊളി. എനിക്ക് ഓർമ്മയില്ലേ നമ്മൾ പണിയും തൊഴിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കാന്താരി മുളകിന് ഭയങ്കര വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃഷി ചെയ്തത്. ഒരു വെള്ളപ്പൊടി അങ്ങനെ എടുക്കരുത്. എടുക്കണ്ട ശരിയല്ല. ഞാൻ എടുക്കുമ്പോ അത് മറ്റേ കട്ടായിട്ട് വരുന്നില്ല. അത് അപ്പൊ ഇത് കൂമ്പ് ഇത് പാടും. പിന്നെ ഇല്ലാണ്ട് അതിന്റെ ഇളക്കല്ല. ഞാൻ ഫസ്റ്റ് എടുത്ത പോലെ എടുക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ എടുക്കാൻ കിട്ടില്ല. കിട്ടുമോ നോട്ടെ. പോരണം കിട്ടിയില്ല എനിക്ക്. എന്നിട്ടേ ഞങ്ങള് അപ്പുറത്ത് പറമ്പ് അവിടെ കുറേ ചെയ്തു കേട്ടാ. നന്നായി ഉണ്ടായില്ലേ. 2-3 കിലോ. അപ്പൊ പശു ഉണ്ടായിരുന്നു ആ സമയത്ത്. പശു ഉണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ മൂത്രം ഉണ്ടായിരുന്നു. മൂത്രം ഒഴിച്ചു കൊടുക്കുമ്പോഴാ ഭയങ്കരമായിട്ട് ഉണ്ടായി. അങ്ങനെ ഇനി വരണുള്ളോ. അത് അങ്ങനെ പരമാവധി മറ്റോണം കിട്ടണം. വെള്ളക്കാന്താരി. വെള്ളക്കാന്താരിക്ക് അന്ന് 600 രൂപ കിലോന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടാ. 600 എത്രയല്ലേ അന്ന് 600 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടില്ല. അവിടെ 150 രൂപ എത്രയാണ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷി ഞങ്ങളുടെ പോയി. അത് കിട്ടുന്നില്ല. അത് പറിച്ചെടുത്തോ സാരല്ല. മഴക്കാലായതുകൊണ്ട് കിട്ടും. പിടിക്കും. ടീസ്പൂണില്ലേ, ടീസ്പൂൺ കൊണ്ട് തള്ളി എടുക്കണം. സീമ ചേച്ചിട്ട് ടീസ്പൂണ് ഓരം വെച്ചിട്ടേ ഇതിങ്ങനെ ഒറ്റ തള്ളല്. ചില കൃഷികൾ അങ്ങനെയാണ്. അത് നാടൻ സാധാരണ കാന്താരി. അതൊരു തൈ വാങ്ങിച്ചതാ. 60 രൂപ 40 രൂപ 40 രൂപ തോന്നുന്നു ഒരു തൈക്ക്. അതാ പറഞ്ഞ ഞാൻ ഒരെണ്ണം കിടന്നോട്ടെ വെച്ചിട്ടേ. കുഞ്ഞു കാന്താരിയില്ലേ ചമ്മന്തി കരയ്ക്കാൻ. തവണ കൃഷിയൊന്നും നശിച്ചു പോകാണ്ടിരുന്നാൽ മതി. ഞാൻ നന്നായി പരിശ്രമിക്കുന്നിട്ടാ. ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞില്ല സരിത നിന്നോട്.
കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാണിച്ചു തരാനല്ല ഏട്ടാ, കൃഷി ചെയ്യുന്ന സ്ഥലം സരിതോട് ചോദിക്കും. ഇതുകൊണ്ട് ചേട്ടാ ഇതിലത്തെ ആ 10 തൈ തന്നിട്ട് ഇത് 2 ചാവാലിയാ. ആ ഇതാണ്ട ഇത് വേണ്ട ഒരു കുഞ്ഞിത് തന്നോണ്ട് ഒരു തയ്യത്. ഇതെവിടെ വാങ്ങിച്ചപ്പോ? മണ്ണുത്തിയിലത്തെ മറ്റേ വിൽപ്പന കേന്ദ്രം അവിടുന്ന്. ആ അല്ലാണ്ട് മറ്റേ ചക്കൻ്റെ അവിടെ ഒന്നല്ലേ? അവിടെ ഇല്ല. അതേ ഞാൻ കൂർക്ക ഇനിയിപ്പോൾ അവിടെ നട്ടൂലോ. അപ്പോൾ കൂർക്ക ഇനിയിപ്പോൾ അല്ലാണ്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ട് നിങ്ങളുവാ. ഇവിടെ മുഴുവൻ നമ്മളെ ഇതല്ല നടന്നേ, മറ്റേ എന്താ പേര്, പുതിന. ആ പുതിനയിലായിരുന്നേ. പുതിന ഇപ്പോൾ നമ്മളിവിടെ വെച്ചു വിട്ടാ. നോക്കിയേ പുതിന അടിപൊളി കണ്ട നിറച്ച് പുതിന അങ്ങോട്ട് മാറ്റി. ഇതൊക്കെ സ്ഥാനം മാറ്റം വന്നുകൊണ്ടിരിക്കും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ ഇവിടെ കൂർക്കതല നടാം, പിന്നെ ഇവിടെ നടാം. എന്താ നിന്റെ അഭിപ്രായം? ഇവിടെ മൊത്തം നടാനാ? അപ്പൊ ഇതിനെ മാറ്റേണ്ടി വരില്ലേ? ഇതിനെയാ? ഇത് മറ്റേ ഈ ആഫ്രിക്കൻ മല്ലിയാണ്. ഇതല്ല നടന്നേ ഇന്നാള് കൊണ്ടന്ന് കൂമ്പിട് തുടങ്ങിയിട്ടുള്ളത് പറിക്കാൻ പറ്റില്ല. അയ്യോ പറച്ചത് മാറ്റി വേറെ സ്ഥലത്ത് പറിച്ച് കുഴിച്ചിടാത്ത ആള്. ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. നല്ല സ്വഭാവമായി. ഞാൻ ഇത് കൂമ്പെടുത്തതിനും വീണ് പറിച്ചത് കളയാനുള്ള പോണില്ല. അപ്പൊ അതവിടെ നിന്നോട്ടെ. അപ്പൊ അത് ഒഴിച്ചിട്ട് ബാക്കി സ്ഥലത്ത് ആക്കിയാ മതി. ഇവിടെ ഒരു തടാക്ക, അവിടെ ഒരു തടാക്ക, അപ്പുറത്ത് 2 4 തടം കിട്ടും അല്ലേ? അങ്ങനെയൊക്കെ പരിപാടിയാണ്. ഞാൻ അവിടെ മണ്ണുത്തിരി കൂർക്കതല ചോദിച്ചു. അപ്പൊ അവിടെ പറയില്ലേ അവിടെ എന്തിവിടെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചേട്ടാ അവിടെ. അവിടെ നിന്നും തല കിട്ടില്ല, അടിപൊളി തല കിട്ടും. അപ്പൊ അവര് പറയാ ഇത്തവണ കൂർക്കരെ കൃഷി ചെയ്തിട്ടില്ല. ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൂർക്കതല ഉണ്ടാക്കുമല്ലോ അങ്ങനെ. അത് ചെയ്തിട്ടില്ല. അപ്പോൾ കൂർക്കതല പോയി. നീ തക്കാളി കൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ എന്തുണ്ട് ഈ 4 പുല്ല് വലിക്കാനാണോ ഇങ്ങോട്ട് വന്ന്? അല്ല ഞാൻ നിനക്ക് കാണിച്ചു തരാനാ. ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളത് കൂമ്പെടുത്ത് തന്നതൊക്കെ. അതിനൊന്നും ചെയ്യാൻ പാടില്ല. നിന്നെ തടം കോരും ഞാൻ നല്ല ഭംഗിയേക്കും. ഇത് അല്ലാടെ ഈ 4 പുല്ല് വലിക്കാനല്ല, നീ എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോകാം വേണമെങ്കിൽ. ആർക്ക് വേണമെങ്കിൽ? ആർക്ക് വേണമെങ്കിൽ? ആർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ? ആർക്ക് വേണമെങ്കിൽ? അതിന് ഞാൻ ചോദിക്കുന്നത്. അതിന് ഞാനും ചോദിക്കുന്നത്. കാപ്പി വേണമെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ. അതാ ഞാൻ ചോദിച്ചു ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കണ്ടേ? ഞാൻ കുടിക്കുന്നത് വേണമെങ്കിൽ കാണണമെങ്കിൽ. മനസ്സിലായ? എനിക്കിപ്പോൾ അത് കാണണം വലിയ ആഗ്രഹമൊന്നുമില്ല ചേട്ടാ, കാപ്പി കുടിക്കണത് കാണണം. ഞാൻ 2 ഈ ഓണത്തിന്റെ തുമ്പേരെ 2 വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട തുമ്പ ദേ ഇവിടെ നിൽക്കണു. അതൊന്നും പറിച്ചു കളയുന്നില്ല. നമുക്ക് ഈ കാന്താരിനെ ഒരു കാര്യം ചെയ്താലോ, ആ തക്കാളിമ കാന്താരി നട്ടാലോ? അത് അല്ല തക്കാളിമല്ല, ഈ പപ്പേര കാന്താരി നട്ടാലോ? 3 പപ്പ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു കാന്താരി മുളക് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ? അത് 4 പപ്പകൾ നിൽക്കണതല്ല ഭംഗി. ആ പപ്പ പക്ഷെ ഒടിഞ്ഞു അല്ലേ? അല്ലേ ഒടിഞ്ഞു അല്ലേ? ഒടിഞ്ഞാൽ അത് ഉണ്ടാവോ? അതും ഇനി ഉണ്ടാവില്ല. കട്ടയ്ക്ക് തന്നെ ഒടിഞ്ഞത് വാടിപ്പോയി. ഇതിൽ കാന്താരി ആടാ. അത് ഇവിടെ നല്ല വെളിവുള്ള സ്ഥലം. കാന്താരി ഒരെണ്ണം വേണം. പിന്നെ അവിടെ തക്കാളി നടാം. പൊക്കിട്ടല്ലേ നടണേ? അല്ലേ അത്ര പൊക്കണ്ട. അത് നല്ല വലിപ്പുള്ള സാധനമാണ്. പറ്റില്ലേ കണ്ട? അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാ പൊക്കി വെച്ചത്? ഇതൊക്കെ താഴ്ത്തി വെച്ചാൽ മതിയായിരുന്നില്ലേ? അതായത് വർഷകാലത്തേക്ക് കൂടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഞാൻ ഇവിടെ ബ്ലേഡ് വെച്ചിട്ടുണ്ടല്ലോ. എവിടെയാ ചേട്ടാ? കാന്താരി കുറെ നാള് നിൽക്കണ സാധന. അതിന് ചേട്ടാ വെറുതെ താഴ്ത്തി വെക്കണ്ട, അതിന് പൊക്കി തന്നെ വെച്ചോ തടം ഉണ്ടാക്കിയിട്ട്. അത്രയ്ക്ക് പൊക്കണ്ട, അതിന് പൊങ്ങും. ബ്ലേഡ് എവിടെയാ? നീയല്ലേ ബ്ലേഡ്? ഞാനൊന്നല്ല, ചേട്ടനാണല്ലോ അവസാനമായിട്ട് അതുകൊണ്ട് കീറിയത്. 3ാമത്തെ നട്ടത് ഇവിടെ വെച്ചിട്ടാ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല ഇവിടെ അല്ല 3ാമത്തെ നട്ടെ. ബ്ലേഡ് കാണില്ല. എൻ്റെ കാര്യം എന്നെ കയറിയനെ. ഞാനേ വിചാരിക്കുന്നത് നല്ല ഉയരത്തിലാണ് ഈ സാധനം. ഇത് നേരിതിലെ ഉയരം അല്ല, ഇതിലല്ലേ നടന്നതല്ല, ഇതിലല്ലേ നടന്നത്. അതാ ഞാൻ ചോദിക്കണം. അപ്പൊ ഇതുപോലെ ഹൈറ്റിൽ തടാക്കിയിട്ട് നട്ടുകൂടെ ചോദിക്കണം ഞാൻ. ഹൈറ്റ് വരും. അത്ര ഹൈറ്റ് വേണ്ട. ഹൈറ്റ് വരും. അത്ര ഹൈറ്റ് വേണ്ട. അപ്പൊ ഇവിടെ വെക്കാൻ നോക്കിയതല്ലേ ചേട്ടൻ? അത് ചേട്ടൻ ഇങ്ങനെ മിനിറ്റിന് ഇതിനനുസരിച്ച് വാക്ക് മാറി ഇങ്ങനെയാ. അവർക്ക് തോന്നണ പോലെ വാക്ക് മാറാ. ഇതാണ്ട നല്ല ഇതിലാ വെക്കണ ഹൈറ്റിൽ വെക്കണം. അവിടെ വെക്കുമ്പോ ഹൈറ്റ് വേണ്ട. ഹൈറ്റ് കൂട്ടാം. ഇത്ര മതിയാ? കണ്ട അപ്പൊ നല്ല ഹൈറ്റ് ആയില്ലേ? ബ്ലേഡ് ഇവിടെയൊക്കെ വെള്ളം നല്ല ഹൈറ്റിൽ വരണതാ മഴ പെയ്യുമ്പോ. ഇല്ല ഇനിയിപ്പോ അങ്ങനെ മഴ പെയ്യേറി
പപ്പര പോലെയല്ലേ കാന്താരി, ഇവിടെ ഒരു കാന്താരി അല്ലേ. അപ്പോൾ കഴിവുണ്ടാവുമല്ലോ കാന്താരിക്ക്. പപ്പ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വയ്യാത്തൊരു സാധനമാണ്. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാടും അല്ലെങ്കിൽ ചീയും. കാന്താരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മുതലാണ് കാന്താരി. തക്കാളിയും കൂടി നടാണല്ലോ അല്ലേ? ഇനി കണ്ടാ അടിപൊളി കൃഷി സ്ഥലം, ഭംഗി വരുന്നു. കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കള തോട്ടം. മഴ പോയിട്ട് നല്ല കാറ്റായി അല്ലേ? അടിപൊളി കാറ്റ്. ഇനിയില്ലേ നമ്മുടെ കൃഷിയിൽ നമുക്ക് വലിയ കുഴപ്പം പരിക്കേൽക്കാണ്ട്, ഈ വർഷകാലത്ത് പരിക്കേൽക്കാണ്ട് രക്ഷപ്പെട്ട ഒരു വസ്തുക്കളുണ്ട്. കണ്ടോ, നമ്മുടെ ഇഞ്ചികൾ നല്ല വളർച്ചയാവും. ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ നോക്കിയേ, കണ്ട ഇവർക്ക് കടയ്ക്ക് മണ്ണിടേണ്ടി വരില്ലേ? കടയ്ക്ക് മണ്ണിടാം. ഞാൻ ഈ ഇവിടുന്ന് വെടുപ്പാക്കണം. പെട്ടെന്ന് കയ്യൊക്കെ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ. ഇവിടെ എനിക്ക് കാണാൻ പറ്റും. എന്തുട്ട്? അല്ല എല്ലാവരും കാണാൻ പറ്റുന്നു. അല്ല ചാക്കിന്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ചാക്കിൻ്റെ അടി ചാക്ക് അകലയിൽ നട്ട കൊണ്ടത്. ഇഞ്ചി മാത്രം ഒരു കുഴപ്പമില്ല. ഗ്രോ ബാഗിലായ കാരണം നമുക്ക് ഒന്നും തന്നെ പോയില്ല. കണ്ടാ, ഞാനേ ചായ വെച്ചിട്ട് വരട്ടെ. ഡബിൾ മൈനുകൾ പോണു, ഇരട്ട മൈനുകൾ പറന്നുപോയി. ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേര് പറന്നുപോയി. അപ്പം ഞാൻ തടങ്ങ പറ്റാം. അപ്പം നീ പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കി വേണമെന്നോ? കാപ്പി കുടിക്കാൻ പലഹാരം ഉണ്ടാക്കുന്നത് വിചാരിച്ച, പക്ഷേ ഈ റെഡ് അലർട്ട് വന്ന കാരണേ നമുക്ക് ഏത് സമയം മഴ പെയ്യാൻ. കണ്ട അതൊക്കെ മഴക്കാരായി തുടങ്ങി. ഇതേണ്ട ആ ഫ്ലാറ്റിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് മഴക്കാരായി. കുറച്ച് കഴിഞ്ഞ് മഴ വലക്കും. ഞങ്ങൾക്ക് പിന്നെ ഇവിടേക്ക് ചക്ക വരട്ടാൻ പോകണം, അല്ല ഞങ്ങളുടെ അവിടേക്ക്. അപ്പം ഇനി തക്കാളി നടാം നമുക്ക്. അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. ആഞ്ഞ് പിടിച്ചു. സരിത ചായയായിട്ട് വരുമ്പോഴേക്കും ആ തടം കോരി നടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹമല്ല, അതെ, നട്ട് വെള്ളം ഒഴിച്ചു. ആ സോളയത്തെ ചാണം വെള്ളം കേട്ടാ, അതാണ് ഒഴിച്ചത്. ഞാനിപ്പിന്നെ വെള്ളം കുടിച്ചല്ലോ, പിന്നെ ഒരു കാപ്പി. അതിന് വയറ് പറഞ്ഞു. ഞാനിത് അത് കളച്ച് പറയേണ്ടി വരും ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ പറയണേ, ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് മതിയല്ലേ, 2-3 വട്ടം ചെയ്ത് അതെ ചെറുട്ടാ. മഴയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടായാ? എന്നിട്ട് പറയണേ നോക്കട്ടെ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ചെറിയേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മളുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് ലൈവായിട്ട് കേൾക്കാം. എനിക്ക് രാവിലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ട് വീഡിയോ, വിഷ്വലൈസേഷൻ അടിപൊളിന്ന് കേറട്ടെ. അല്ല ചെറിയേട്ടൻ്റെ അഭിപ്രായം നമുക്ക് നമ്മുടെ വീട്ടിൽ പലരും വേറെ ആളുകൾ പറയണതിനേക്കാളും വീട്ടിലുള്ളവർ പറയുമ്പോൾ കേൾക്കാലോ. പറയും. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, എന്തിട്ടാണ് 2-3 പ്രാവശ്യം ഇരുന്ന് കൊണ്ടുപോകും. അല്ല ആ മഴയുടെ സ്റ്റൈല് വർത്താനൊന്നും ഇല്ലെങ്കിലും ചെറിയ വർത്താനമല്ലോ. അല്ലെങ്കിൽ അത് ഇതേ മുങ്ങി ഒലിച്ചു പോയി, ഇത് മുങ്ങിപ്പോയി, അങ്ങനെയൊന്നല്ലോ. അതെ, വെറുതെ ആൾക്കാരെ പേടിപ്പിക്കണില്ലേ നമ്മള്. കാരണം ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് ഇവിടെ എങ്ങനെയായാലും ഒരു മഴ അത് ലേശം പൊക്കി വെച്ച് കഴിഞ്ഞത് കാര്യം കഴിഞ്ഞു. അപ്പൊ പോവാ വെള്ളം കുറച്ച് വെള്ളം ഒരു സാധനം ഇല്ല ഇവിടെ തന്നെ. അത്രേ ഉള്ളൂ വെള്ളം. ആകെ ഒരു തുണ്ട് വെള്ളം ഈ വരുന്നു, ഈ 1 ഇഞ്ച് വെള്ളം. പക്ഷെ നമുക്ക് കാണുമ്പോ തോന്നും യോ വെള്ളം, മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം കാണുമ്പോ തോന്നും കണ്ടമാനം. അല്ല ഇവിടെ അത്രയ്ക്കുള്ള വെള്ളം വരുള്ള നമുക്ക് പറഞ്ഞ ഇവിടെ വെള്ളം. ആൾക്കാരെ കാണുമ്പോ ദേ വെള്ളം ചായ റോഡിന്റെ അതിലെ വെള്ളം ഇത്തിരി പോകുന്നല്ലാണ്ട്. റോഡ് നമ്മുടെ ഇത്തിരി താന്നിട്ട് കിടക്കണേ, അപ്പൊ അത് ഇത്തിരി സമയം എടുക്കും വെള്ളം പോയിട്ട് കഴിയാൻ. ചെറിയൊരു പൈപ്പാണ് തോട്ടിലേക്ക് ഇട്ടണതേ, അപ്പൊ വെള്ളം ആയപോലെ പോയി കഴിയുള്ളൂ. അല്ല ഇവിടെ പുഴയൊന്നുമില്ല. ഇവിടെ അവിടെ പാടത്തുനിന്ന് വരുന്ന തോടണത് ഒരു കുളത്തിന് അപ്പുറത്ത്. ആ കുളത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ് ഈ വെള്ളം. പിന്നെ പെയ്ത്ത് വെള്ളം വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ
അതിപ്പോ ഇവിടെ തന്നെയല്ല, തൃശ്ശൂർ ടൗണും മുങ്ങണ്, റൗണ്ട് മുങ്ങി. മെട്രോയിലൊക്കെ വെള്ളം കയറാറായിന്ന് പറഞ്ഞു. മെട്രോ താഴ്ചയാന്ന് റൗണ്ടില് വെള്ളം കൊണ്ട് നടക്കാൻ പറ്റണില്ല. അപ്പൊ അതേപോലെ പിന്നെ ഉണ്ട് ഇവിടുത്തെ കാര്യം പറയാനുള്ളത്. കുറച്ച് സമയം കൊണ്ട് അതിന് എന്തോരം വെള്ളം എത്തിയല്ലേ. നമ്മുടെ കൃഷിസ്ഥലം ഒരു കൃഷിയിലെ ഒരു സാധനം പോയില്ല. ഇത്രയും മഴ 2 മാസം, എത്ര മാസമായി മഴ. ചെറിയട്ടെല്ലാം പൊക്കിട്ട് വെച്ചാണല്ലേ, ഉയർത്തിട്ട് തടങ്ങൂരി ഒക്കെ ഇതേപോലത്തെ സാധനം പൊക്കിട്ട് അതില് മണ്ണിട്ടിട്ട് അതില് മാത്രമല്ലോ. നമുക്ക് അത്രയ്ക്കുള്ള കൃഷിയല്ലേ ഉള്ളോ. ആൾക്കാർ കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞ ഞാൻ ഈ മറ്റേ എന്നിട്ടാണ് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പടക്കില്ല, ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നിങ്ങനെ മിണ്ടാണ്ട് നടന്ന് കഥാപാത്രം അതുപോലെ ഉണ്ടെന്നല്ലേ. ഞാൻ നിങ്ങൾ വർത്താനം പറയുമ്പോ ഞാൻ അങ്ങോട്ട് പോണ്ട് ആ പടങ്ങളിലൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് അറിയില്ല. അതുപോലെ ഇത് എങ്ങനെ എനിക്ക് ഞാൻ എന്റെ വീടിനേലും എനിക്ക് വർത്താനം പറയാൻ അറിയുള്ളൂ. നിങ്ങൾ വീടി പിടിക്കുമ്പോ ഞാൻ വലിയ വർത്താനം പറയാറില്ല. അസന്ത എന്റെ വീടിയാണെന്ന് എനിക്ക് അതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും. ചെറിയേട്ടന്റെ കണ്ടന്റ് മെയിൻ ചെറിയേട്ടന്റെ ആയിരിക്കും. അപ്പൊ ചെറിയേട്ടനെ അറിയാം അതിനെ കുറിച്ച് പറയാം, ഒരു റെസിപ്പിയും. അനിലിന്റെ പോലെ എനിക്ക് പറയാറില്ല, എന്തെങ്കിലുമൊക്കെ പറയും. അതെ, ഗൾഫുകാർക്കാണ് കൂടുതൽ അവിടെ ഇരുന്നോട്ടെ. ഗൾഫുകാർക്കാ അവിടെ ചൂട് ഭയങ്കരല്ലേ, 50 ഡിഗ്രി ആ ടൈമിൽ അത്രയും ഉണ്ടാവും. അങ്ങനെ പക്ഷികൾ ചേക്കാറാൻ തുടങ്ങി. ഇതിപ്പോ മേടിച്ചതാ റെഡ് ലേഡി. അതിൽ ഉയർത്തി നട്ടു. കഴിഞ്ഞ കൊല്ലം നല്ലപോലെ നട്ട് നല്ലപോലെ ഉണ്ടായി തുടങ്ങിയതായിരുന്നു. എങ്ങനെയാണ് എന്റെ 4-ന് എത്രയോ വലിയ 10-40-30 പപ്പക്കായിണ്ടായിരുന്നു, ഒക്കെ പോയി. 4-ന് ഉഗ്രനായിട്ടുണ്ടായി അവിടെ രണ്ടെണ്ണം. ഇനി ഞങ്ങൾ എയർപോർട്ട് ഞാൻ വഴിയില്ലേ മറ്റേ നമ്മളെ ഓവർഫ്ലോക്ക് ഓവർഫ്ലോ 6 റൗണ്ട് ചെറുത് അതുപോലെ തന്നെ വെച്ചിട്ട് അതിൽ നീ വെക്കുള്ള പപ്പക്കായി. അയ്യോ അതിന്റെ ആവശ്യമില്ല, ഭയങ്കര പൈസ വരില്ലേ. വേറൊരു സാധനം ഉണ്ട് എയർപോർട്ട് കണ്ട് ഉള്ളി നിറച്ചോട്ടില്ല, ഞങ്ങള് വാങ്ങിച്ചോണ്ടിട്ടുണ്ട് നാളെ. എല്ലാണ്ടൊരു കാര്യമില്ലേ, നമ്മള് വെച്ച് വർഷകാലം ആകുമ്പോ വേനൽക്കാലം കഴിയുമ്പോഴും ഉണ്ടാവുക. നമ്മള് വേനൽക്കാലത്ത് വെക്കും, അവസാനം ഉണ്ടായി തുടങ്ങുമ്പോഴേക്കും ഈ പോയി അതിന്റെ ഒരു പേര് നേരെ അടിക്കും, അത് ചീഞ്ഞു പോയി. പിന്നെ ഒരു രക്ഷയില്ല. മെയിൻ ഉണ്ട്. ഒരാൾ പറഞ്ഞിട്ടറിയോ, അടിയിൽ ചാക്ക് വിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് വിരിക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ പപ്പ നടാന്ന്. അപ്പൊ അത് മറിഞ്ഞു വീഴും, അതിന് ബലം പിടുത്തം കിട്ടില്ലല്ലോ. അതിനാണ് ഞാൻ ഈ സാധനം എന്ന് പറയുന്നത് 600 സാധനം. പിന്നെ ജീവിതകാലം മുഴുക്കത് മതിയല്ലോ. അതിന് 600 രൂപയ്ക്ക് കിട്ടും. ചെറുതാണ്, അതിന്റെ പലതരം ഉണ്ട്. വലിപ്പമുണ്ട്, ഉയരം കുറട്ടുള്ളതുണ്ട്. എന്തായാലും ഞങ്ങൾ എന്തായാലും ഒരു പരീക്ഷണ സാധനം വാങ്ങിച്ചോണ്ട് വെക്കാൻ പോവാ എയർപോർട്ട്. ഒരു തരം അങ്ങനെ ഒരു വീട്ടില് ഞങ്ങൾ പോയിണ്ടായിരുന്നേ, ആ വീട്ടിൽ മുഴുവൻ അങ്ങനത്തെ സാധനത്തില വെച്ചേക്കണേ. ചെറിയേട്ടൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടില്ലേ, അത് മറ്റേ വാഷിംഗ് മെഷീന്റെ ഡ്രമ്മില്, അതെ അതുപോലത്തെ പാത്രം പ്ലാസ്റ്റിക് നിറച്ചോട്ടയിട്ട്. അവിടെ മറ്റേ ഈ ഫാഷൻ ഫ്രൂട്ട് നടാനത് ആ മൂലേച്ച കള്ളിയില്ലേ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ വെള്ളത്തല്ല ഇത് മറ്റേ കൊള്ളിയ ഞാൻ ഉയർത്തിട്ടാണ് അനില കൊള്ളി വെച്ചിട്ട് കാര്യമില്ല. എന്നോട് 1000 പ്രാവശ്യം പറയാറുണ്ട് ഞാൻ. ഈ കുഴി ഇങ്ങനെ ഇത്രയും വലിയ കുഴി എടുത്തിട്ട് ആന വീണ അതിൽ പെട്ടുപോണ പോലത്തെ കുഴി എടുക്കും, എന്നിട്ട് അതിൽ നിറച്ച് ചവറിടും. ഫുള്ള് ചവറിട്ടിട്ട് കൊള്ളിന്റെ മുകളിൽ നടും. ചവർ ചെയ്യുമ്പോ കൊള്ളി താന്ന് പോവും, പിന്നെ കൊള്ളിയുമ്പോ ഒന്നും ഉണ്ടാവില്ല. അല്ല ചേട്ടന്റെ കൊള്ളി പോയി എന്ന് പറഞ്ഞു. അതൊക്കെ വാടി നിക്കണ്ട അവിടെ. വലിയ കുഴി എടുത്തിട്ടല്ലേ ഉണ്ടാക്കി. ഈ വാഴ കണ്ടില്ല, ഇത് എത്ര ഉയരത്തിലേക്ക് ഉണ്ടാ. ഇവിടെയൊക്കെ വെച്ച് വേണ്ട വാഴ ഉഷാറ് പോയില്ലേ, ഒന്നിനും ഉഷാറില്ല. അല്ലെങ്കിൽ അത് പുലി പോലെ ഉണ്ടാകുന്ന നേന്ത്രവാഴകളൊക്കെ അതിൻ്റെ 5 ഇവിടെയെങ്കിലും കുഴിയെടുക്കും, എന്നിട്ട് അതിൽ നിറച്ച് ചവറ് കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ വാഴ വയ്ക്കും. അല്ല ചേട്ടൻ രണ്ടിങ്ങനെ മാതിനെ വെക്കണ പരിപാടിയില്ലേ ചെയ്യുമ്പോ ആള് അധ്വാനിച്ച് വലിയ കുഴി ചവറ് താന്ന് പോകുമ്പോ ഈ സാധനം. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഭൂമിക്ക് അത് പറ്റിയതല്ലാന്ന് മാത്രം അങ്ങനെ വെക്കണം. സുജിത്തിന്റെ വാഴ കൃഷി എന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റ കളയുന്ന വെറുതെ ഒറ്റ കള അതിൽ വാഴ വെറുതെ ഇടും, എന്നിട്ട് കൂമ്പാരം കൂട്ടിട്ട് വരും. അത് പുഴയര തീരത്തല്ലേ. അല്ല ഞാൻ വാഴ ഇപ്പൊ ഇതിന് ടിഷ്യൂ കൾച്ചറാ വെച്ചോണക്ക് ഞാൻ ഒന്നും ചെയ്യില്ല. ആ ഉറ പൊട്ടിച്ച് വെറുതെ ഇങ്ങനെ ഞാൻ കുഴിയും കൂടിയും കുത്തില്ല, അങ്ങനെ വെക്കില്ലേ. നേരെ വെക്കുക. അതിന്റെ മുകളിലൊരു 4 ഇഷ്ടി ഇങ്ങനെ വെച്ച് അതില് മണ്ണിട്ടാക്കളോ. വാഴ ഒരിക്കലും അടിയിലേക്ക് പോയില്ല. വാഴയുടെ പേര് എപ്പോഴും മുകളിലേക്ക് പിന്നത്തെ കന്ന് വരുമ്പോ ഒന്നുകൂടി മുകളിൽ വരും. അടിയിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ അനിലിന്റെ അവിടുത്തെ കൊല എന്റെ അവിടുത്തെ കൊല നോക്കിക്ക്. ഇതേപോലത്തെ കായില്ലേ, എന്തിനാണ് 7 മാസം നല്ല പോലെ, ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ് പോലെ. അപ്പൊ ശരി, നാളെ കാണാം. ബൈ. ഞാൻ ആദ്യമായിട്ടാ ജീവിതത്തിൽ ബൈ പറയണല്ലേ.